മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ഇന്ന് പ്രഖ്യാപിക്കും. മുംബൈയിൽ നടക്കുന്ന ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബിജെപിയുടെ ശിവസേനയുമായുള്ള വകുപ്പ് വിഭജന തർക്കങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് ഏക്നാഥ് ഷിൻഡെ നൽകുന്ന സൂചന. മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രിയെ ഇന്ന് പ്രഖ്യാപിക്കും. മുംബൈയിൽ നടക്കുന്ന ബിജെപിയുടെ നിയമസഭാ കക്ഷി യോഗത്തിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയെ ദേവേന്ദ്ര ഫട്നാവിസിനെ അന്തിമമാക്കിയ തീരുമാനങ്ങൾക്കിടയിലും ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് മഹാരാഷ്ട്ര. ഇന്ന് മുംബൈയിൽ ചേരുന്ന യോഗത്തിൽ ഫട്നാവിസിന് സർക്കാരിനെ നയിക്കാൻ വഴിയൊരുക്കുന്ന ബിജെപി നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത ശേഷമായിരിക്കും പ്രഖ്യാപനം. അതേസമയം ബിജെപിയുടെ ശിവസേനയുമായുള്ള ധാരണകൾ ഇനിയും വ്യക്തമായിട്ടില്ല. ഷിൻഡെ ആവശ്യപ്പെടുന്ന ആഭ്യന്തരവും മകന്റെ ഉപമുഖ്യമന്ത്രി പദവും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകുമെന്നാണ് ഷിൻഡെ നൽകുന്ന സൂചന. ഉപമുഖ്യമന്ത്രി പദത്തിന്റെ കാര്യത്തിൽ ബിജെപി അർദ്ധസമ്മതത്തിലാണ്. എന്നാൽ ഈ നീക്കം ശിവസേനയിലെ മുതിർന്ന നേതാക്കളെ ചൊടിപ്പിക്കാനും ഇടയുണ്ട്. വിമത നീക്കത്തിലൂടെ കൂടിയ 40ഓളം MLA-മാരിൽ ഭൂരിഭാഗവും കഴിഞ്ഞ സർക്കാരിൽ പദവികൾ ലഭിക്കാത്തതിൽ അതൃപ്തരാണ്. അതേസമയം ആഭ്യന്തരം വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബിജെപി. അങ്ങനെയെങ്കിൽ ഏക്നാഥ് ഷിൻഡെ മന്ത്രിസഭയുടെ ഭാഗമാകാനുള്ള സാധ്യതയും കുറവാണ്. കഴിഞ്ഞ ദിവസം സത്താറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും വിവാദപരമായ ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഷിൻഡെ ഒഴിവാക്കി. മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയുന്നതിന്റെ ഭാഗമായാണ് ഏക്നാഥ് ഷിൻഡെ ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെടുന്നത്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനമായെങ്കിലും ആഭ്യന്തര വകുപ്പ് ഇപ്പോഴും വടംവലിയിലാണ്. മകൻ ശ്രീകാന്ത് ഷിൻഡെയുടെ ഉപമുഖ്യമന്ത്രി പദവും ആഭ്യന്തര വകുപ്പും സംബന്ധിച്ച ഊഹാപോഹങ്ങൾക്കിടയിൽ മഹായുതി സഖ്യകക്ഷികളായ ബിജെപിയും NCPയും ശിവസേനയും സമവായത്തിലൂടെ സർക്കാർ രൂപീകരണത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് ഏക്നാഥ് ഷിൻഡെ പറയുന്നത്. ഇന്നത്തെ പ്രധാന യോഗത്തിന് ശേഷം വകുപ്പുകളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാകും. അജിത് പവാർ പക്ഷത്തിന് നിലവിലുള്ള വകുപ്പുകൾ നിലനിർത്താനാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം പോലും ഉന്നയിക്കാതെ സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചതിനെ പ്രതിപക്ഷ നേതാക്കൾ വിമർശിച്ചു. ഫലപ്രഖ്യാപനം കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനും സർക്കാർ രൂപീകരിക്കാനും കഴിയാത്തത് സംസ്ഥാനത്തിന് അപമാനമാണെന്നും ആദിത്യ താക്കർ പറഞ്ഞു. പ്രതിപക്ഷ പാർട്ടികൾ വിജയിക്കുന്ന സംസ്ഥാനത്ത് ഇത്തരം കാലതാമസം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇതിനകം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുമായിരുന്നുവെന്നാണ് ആദിത്യ താക്കർ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ഇന്ന് മുംബൈയിൽ മഹായുതി നേതാക്കൾ പങ്കെടുക്കുന്ന യോഗം നിർണായകമായിരിക്കും. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.